ഇന്ന് നമുക്ക് ലാച്ച വെട്ടുന്ന പരിചയപ്പെടാം. ഇത് ലാച്ചയുടെ ലൈനിങ് തുണി, ഇത് മുകളിലത്തെ വെളിയിലുള്ളത്, ഇത് ബ്ലൗസ്. നമ്മൾ ഈ അടിയിലത്തെ ലൈനിങ് തുണിയാണ് ആദ്യം വെട്ടിയത്. അപ്പം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ഈ കോണോട് കോണാണ് ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ വണ്ണം എടുക്കേണ്ടത്. ഈ കോണോട് കോണാണ് നമ്മൾ അളന്നെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലൈനിങ് തുണി ഇട്ടിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇടണം. ലൈനിങ് തുണി നമ്മൾ ആദ്യം വെട്ടിയെടുത്തല്ലോ, അത് ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇടണം. എന്നിട്ട് ഈ ഭാഗം വരും, എന്നിട്ട് നമ്മുടെ മോൾ ഭാഗം, പിന്നെ താഴ്ഭാഗം തെണ്ടിയത്. എന്നാലേ നമുക്ക് താഴെ നല്ല വിസ്താരം കിട്ടത്തുള്ളൂ. അപ്പൊ തികയാതെ വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് തികയാതെ വരും. തികയാതെ വരുന്നിടത്ത് തെണ്ടിപ്പിടൊക്കെ തികയാതെ വരും. തികയാതെ വരുന്നിടത്ത് നമ്മൾ ഏച്ചു വെക്കണം. അപ്പം നമ്മൾ ലാച്ചയ്ക്കുള്ള തുണി വെട്ടിയിട്ട് ക്രോസ് കട്ടിംഗ് ആണ്, നേരെയല്ല വെട്ടിയിരിക്കുന്നത്, ക്രോസ് ആയിട്ടാണ് വെട്ടിയിട്ടിരിക്കുന്നത്. ഇതിന് മോളി പിടിപ്പിക്കാനുള്ള പടിയാണ്. നമുക്ക് തയ്ച്ച് വരുമ്പോൾ 36 ഇഞ്ച് വണ്ണം കിട്ടിയാൽ മതി. ഇത് ഞാൻ മോളി 40 എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തയ്ച്ച് ഇവിടെ എറമ്പെല്ലാം അടിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക്